അവസാന ചിത്രം തെളിയുമ്പോൾ 18 ഇടങ്ങളിൽ യു.ഡി.എഫിന്റെ ആധിപത്യം. ഒരു മണ്ഡലത്തിൽ മാത്രം, ആലത്തൂരിൽ മാത്രം ചുവന്ന കൊടി പാറിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു എൽ ഡി എഫിന് സാധിച്ചത്. ഇപ്പോൾ മലബാറിലെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. വടകരയിൽ ഷാഫി ഷോ നമുക്ക് കാണാൻ സാധിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. 1,00,000-ലധികം ഭൂരിപക്ഷമാണ്, 1,00,000-ലധികം കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ പിണറായിയുടെ മണ്ഡലത്തിൽ പോലും LDFന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ പോലും ഉണ്ണിത്താൻ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തോടെ തന്നെയാണ് ഉണ്ണിത്താനും വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ? നമ്മൾ ഈ വിജയത്തിന്റെ മാറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നും വരികയാണെങ്കിൽ കണ്ണൂർ KPCC അധ്യക്ഷൻ സുധാകരനായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. LDFന് വേണ്ടി MV ജയരാജൻ, ഈ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് LDFന് വേണ്ടി മത്സരിച്ചത്. അതിൽ സുധാകരൻ വളരെ വലിയ ഒരു ഭൂരിപക്ഷം സ്വന്തമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്. 1,08,982 ഇപ്പോഴത്തെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിൻ്റെത്. ഇനിയും അതിൽ മാറ്റങ്ങൾ വരാമെന്നുള്ളതാണ്. വിജയം പ്രഖ്യാപിക്കപ്പെട്ടു, അപ്പോഴും ഭൂരിപക്ഷത്തിൽ മാറ്റം വരുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 1,08,982 അദ്ദേഹം നേടിയത് ചെങ്കോട്ടകളിൽ ഉൾപ്പെടെ വിറപ്പിച്ചുകൊണ്ടാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മടം, പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടം, ഒപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലമായിട്ടുള്ള തളിപ്പറമ്പ്, KK ശൈലജ ടീച്ചറുടെ മണ്ഡലമായിട്ടുള്ള മട്ടന്നൂർ, അങ്ങനെ ഇടതു കോട്ടകളിലെല്ലാം തന്നെ മികച്ച ലീഡ് നേടിക്കൊണ്ടാണ് സുധാകരൻ്റെ ഈ മിന്നും വിജയം എന്ന് പറയുന്നത്. കാരണം ഇത്തവണ സുധാകരൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എന്നിട്ട് കൂടി അദ്ദേഹം അവസാന ഘട്ടത്തിൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം മത്സരരംഗത്തിറങ്ങുന്നു. അപ്പോൾ പോലും സുധാകരന് വിജയിക്കാൻ പറ്റുമോ എന്നൊരാശങ്ക കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടായിരുന്നു. മാത്രമല്ല, സുധാകരൻ വിജയിക്കുകയാണെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിനെ വിജയിക്കൂ എന്നുള്ളൊരു പ്രതീക്ഷ സുധാകരന് പോലും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ ഒരു പ്രതീക്ഷ പോലും മറികടക്കുന്ന രീതിയിലുള്ള മിന്നും വിജയമാണ് KPCC അധ്യക്ഷൻ സുധാകരൻ കണ്ണൂരിൽ നേടിയത്. സമാനമായ രീതിയിലാണ് കാസർഗോഡ് നിന്നുള്ള ഉണ്ണിത്താൻ്റെ വിശേഷങ്ങൾ പറയേണ്ടത്. കാരണം ഉണ്ണിത്താൻ ഇപ്പോഴത്തെ നിലയിൽ 96,367 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ സാഹചര്യമേ ആയിരുന്നില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി വിജയമാർന്നു. എടുത്തു പറയേണ്ടത് വടകരയാണ്. വടകരയിലെ ഏറ്റവും ശക്തമായ പോരാട്ടം ഇത്തവണ നടന്ന മണ്ഡലം വടകരയാണ്. കാരണം LDF അവരുടെ ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥിയെയാണ് ഇറക്കിയത്. KK ശൈലജ ടീച്ചറെ ജനകീയ മുഖമായിരുന്നു. അവരെ എതിരിടാൻ ഈ കോൺഗ്രസ് ഇറക്കിയത് അവരുടെ യുവ തുർക്കിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെയാണ്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ഇതാ വടകരയുടെ നിയുക്ത MP ആയിരിക്കും. ഇനിയിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുന്നു. മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടാത്ത സാഹചര്യം വന്നിരിക്കുന്നു. KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 1,15,157 വോട്ട്, അതായത് തൻ്റെ മുൻഗാമിയായിട്ടുള്ള K മുരളീധരൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തവണ വടകരയിൽ വിജയിച്ചത്. അതിൽ ഷാഫി പറയുന്നത് പ്രവാസി വോട്ടർമാരുടെ പങ്ക് നിർണായകമായി എന്നുള്ളതാണ്. ഏകദേശം KMCC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 30,000-ഓളം പ്രവാസികളാണ് ഷാഫിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം വിമാനം ചാർട്ടർ ചെയ്ത് വടകരയിലേക്ക് എത്തിയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ച കൊഴുപ്പേകിയ ഒരു മണ്ഡലമായിരുന്നു വടകര എന്ന് പറയുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് വയനാടാണ്. വയനാട് ഇതാ ദേശീയ ശ്രദ്ധ നേടുകയാണ്. രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ മിന്നും വിജയത്തിലൂടെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലം വയനാട്. 3,64,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേതിന് സമാനമായ വിജയത്തിൻ്റെ മാറ്റ് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റായ്ബറേലിയിലും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇനി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യത്തിന് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഉത്തർപ്രദേശിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ മികവ് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വയനാട് രാഹുൽ നിലനിർത്തുമോ എന്ന ഒരു ചിന്താഗതി വയനാട്ടുകാർക്കിടയിൽ ഒരു പ്രതീക്ഷ
പ്രതീക്ഷ പകരുന്നുണ്ട് എന്നുള്ളതാണ് ആ വാക്കുകൾ. അതല്ല റായ്ബറേലി ഉപേക്ഷിച്ച് അത് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിക്കൊണ്ട് വയനാട് നിലനിർത്താനാണോ? അതല്ല, വയനാടിനെ ഉപേക്ഷിച്ച് അവിടെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുമോ എന്ന കാര്യമെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എങ്കിലും മിന്നുന്ന വിജയമാണ് ഇന്ത്യ മുന്നണിയുടെ നായകനായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ 2ാം തവണയും നേടിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഏറ്റവും മാറ്റേറിയ വിജയം 3 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വിജയമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ 3 ലക്ഷത്തിലധികം കടന്നിരിക്കുന്നു. 3,118,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഏറ്റവും ഒടുവിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ മിന്നും വിജയമാണ്. കാരണം കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടി 2 ലക്ഷത്തിനടുത്ത് 1 ലക്ഷത്തിലധികം വോട്ടുകളായിരുന്നു അദ്ദേഹം പിടിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരട്ടിയിലധികം വോട്ടുകൾ സമാഹരിക്കാൻ ഇ.ടിയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രകടനത്തിനുള്ള അംഗീകാരമായി മലപ്പുറത്ത് ജനങ്ങൾ നൽകിയ സമ്മാനമാണ്. മാത്രമല്ല ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് ഏറെ ശ്രദ്ധേയമായൊരു വിജയം പൊന്നാനിയിൽ അബ്ദുസ്സമദ് സമദാനിയുടെ വിജയമാണ്. സമസ്തയടക്കമുള്ളവർ ഒരുപക്ഷെ പണി തന്നു എന്ന ഒരു ആരോപണം നിലനിന്നിരുന്ന, ആക്ഷേപം നിലനിന്നിരുന്ന മണ്ഡലമാണ് പൊന്നാനി. കാരണം സമസ്തയ്ക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ CPIM തന്ത്രപൂർവ്വം അവരുടെ സ്ഥാനാർത്ഥിയാക്കി. തെരഞ്ഞെടുപ്പിന് ശേഷവും സമസ്തയിൽ പോലും ചർച്ചയുണ്ടായ ഒരു വിഷയമാണ് പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച്. കാരണം സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഈ ലീഗിനെതിരായി വോട്ട് ചെയ്തു എന്നൊരു ആക്ഷേപം, ഒരു സംശയം നിലനിന്നിരുന്ന മണ്ഡലത്തിൽ സമസ്തയുടെ അണികൾ ലീഗിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുമാറ് സമദാനിയുടെ ഭൂരിപക്ഷം 2,35,090 കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം നേടിയാണ് പൊന്നാനിയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ഇത്തവണ ജയിക്കുന്നത്. പൊന്നാനിക്കാരെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. പൊന്നാനിയുടെ MP ആകുന്ന ആദ്യത്തെ പൊന്നാനിക്കാരനാണ് ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ പൊന്നാനിക്കാരനായ MP തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോഴിക്കോടാണ്. മലബാറിന്റെ തലസ്ഥാനമാണ് ഇനി പറയാനുള്ളത്. മലബാറിന്റെ തലസ്ഥാനത്ത് MK രാഘവൻ എന്ന് പറയുന്ന ജനപ്രതിനിധി നേടുന്ന തുടർച്ചയായ വിജയങ്ങൾ 4ാമത്തെ തവണ അദ്ദേഹം വിജയിക്കുകയാണ്. ഓരോ തവണ വിജയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലീഡ് നില വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണയും ആ തുടർച്ച MK രാഘവൻ തുടർന്നു എന്ന് പറയുന്നത് അദ്ദേഹം കോഴിക്കോടുകാരുടെ മനസ്സിൽ ഇടം നേടി രാഘവേട്ടനായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം 2009 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുമ്പോൾ 800-ലധികം വോട്ടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. പിന്നീട് വിജയരാഘവനെതിരെ മത്സരിക്കുമ്പോൾ 4,000-നടുത്തുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. കഴിഞ്ഞ തവണ അത് ഏകദേശം 1 ലക്ഷത്തിൽ താഴെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. ഇപ്പോൾ അത് 1.5 ലക്ഷത്തിനടുത്തേക്ക് MK രാഘവൻ്റെ ഭൂരിപക്ഷം. മുതിർന്ന LDF നേതാവ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രിയുമൊക്കെയായി എളമരം കരീമിനെതിരെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമ്പോൾ അത് MK രാഘവൻ്റെ ജനപ്രീതിക്കുള്ള അംഗീകാരം കൂടിയായി മാറുന്നു. അങ്ങനെ മലബാറിലെ ഓരോ മണ്ഡലങ്ങളും UDF-നെ സംബന്ധിച്ച് വലിയ തരംഗം സമ്മാനിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ അധികാരത്തിൽ വരണമെന്ന് മലബാറിലെ വോട്ടർമാർ അതിയായി ആഗ്രഹിച്ചു എന്ന ഒരു വ്യാഖ്യാനമാണ് അതിന് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. എന്തായാലും കേരളത്തിലെ ചിത്രം തെളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ അവസാന മണിക്കൂറിൽ ഇനിയും ചെറിയ ചെറിയ ലീഡുകൾ മാറി മറിഞ്ഞു വരുന്ന ഒരു കണക്കും കൂടി നമുക്ക് അറിയേണ്ടത്. ചെറിയൊരു മാറ്റങ്ങളൊക്കെ അതിലുണ്ടാകും. എങ്ങനെയാണ് അവിടുത്തെ പ്രതികരണങ്ങളൊക്കെ, ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്, പാർട്ടി ഓഫീസിലൊക്കെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ എങ്ങനെയാണ് അവസാന മണിക്കൂറിൽ ഉണ്ടാകുന്നത്? എന്തായാലും ഇവിടെ UDF കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് മലബാറിനെ സംബന്ധിച്ചുള്ളത്, പ്രത്യേകിച്ച് വടകരയിൽ. കാരണം ഷാഫി പറമ്പിലിന്റെ മിന്നും വിജയം അവരെ അത്യാഹ്ലാദത്തിൽ എത്തിച്ചിരിക്കുന്നു. അവർ മധുര പലഹാര വിതരണം ചെയ്ത് സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിലാകെ 7 മണിക്കുള്ളിൽ ആഹ്ലാദ പ്രകടനം അവസാനിപ്പിക്കണമെന്നുണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥിക്ക് മാത്രമേ വാഹന പര്യടനത്തിന് അനുമതി നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ NDAയുടെ പ്രകടനം, കാരണം NDAയെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ അവർ ആദ്യമായി താമര വിരിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിലൂടെ സുരേഷ് ഗോപിയിലൂടെ അത് കോഴിക്കോടും അവർ ആഘോഷിച്ചു. സ്വാഭാവികമായും MT രമേശ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ എല്ലാത്തരം വോട്ടുകളും CPM-കാരും വോട്ട് ചെയ്തു, കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. സുരേഷ് ഗോപിക്ക് അനുകൂലമായി BJP-കാർ മാത്രമല്ല, അതുകൊണ്ടാണ് കേരളത്തിൽ താമര വിരിഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ കേന്ദ്രത്തിൽ മങ്ങിയ വിജയമാണെങ്കിൽ കൂടിയും തൽക്കാലത്തേക്കെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലീഡ് കൊയ്യാൻ സാധിച്ചത് കൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം കൂടി BJP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എങ്കിലും CPM കേന്ദ്രങ്ങൾ
ഒരുപക്ഷെ മൂകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കനത്ത തിരിച്ചടിയെക്കുറിച്ച് പഠിക്കുമെന്ന് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുത്തൽ വരുത്തേണ്ടടുത്ത് തിരുത്തൽ വരുത്താൻ ഇനി ചർച്ചകളിലേക്കായിരിക്കും CPIഎമ്മിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം നീങ്ങുക. ഒപ്പം BJPയെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടായ വിജയം എങ്ങനെ മറ്റു മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം, നിലനിർത്താം തുടങ്ങിയ ആലോചനകൾ, തുടങ്ങിയ പ്ലാനിങ്ങുകളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ തൃശ്ശൂരിൽ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന ചർച്ച കോൺഗ്രസിനകത്തും CPIക്കകത്തും ഉണ്ടാകും. അത് വരുന്ന ദിവസം LDFിനകത്തും കോൺഗ്രസിനകത്തും വലിയ ഒരു കാതലായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാതലായ ചർച്ചകൾ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്.